വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ അടിയന്തര ധനസഹായം. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം അടിയന്തര ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സഹായം മറ്റ് വാസസ്ഥലത്തേക്ക് മാറുന്നതിനാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ എല്ലാ ദുരന്തബാധിതർക്കും സഹായം ലഭ്യമാക്കും. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ദുരന്തബാധിതർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി പ്രത്യേക കൗൺസിലിംഗ് സെൽ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദുരിതബാധിത മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷയിലടക്കം വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ CMDRFിലേക്ക് പുതുതായി വന്ന ധനസമാഹരണം ഏത് നിലയിലാണ്? സമഗ്ര വിവരങ്ങൾ നോക്കാം. മാനസ മനോജ്. അസിത, വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്കായുള്ള ആശ്വാസ ധനസഹായമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നത്. ഇതിൽ ഓരോ കുടുംബത്തിനും 2 പേർക്ക് വീതം 300 രൂപ വീതം ദിവസേന ലഭിക്കുന്ന വിധത്തിലായിരിക്കും സഹായം നൽകുക. ഒപ്പം തന്നെ കിടപ്പ് രോഗികളോ അതോടൊപ്പം തന്നെ അസുഖബാധിതരോ ഉണ്ടെങ്കിൽ അവർക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കുന്ന വിധത്തിൽ, അതായത് കുടുംബത്തിലെ 3 പേർക്ക് ഇങ്ങനെ ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിലാണ് ധനസഹായമായി നൽകുന്നത്. ഒപ്പം തന്നെ ഓരോ കുടുംബത്തിനും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര സഹായമായി 10,000 രൂപ നൽകും എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഈ 300 രൂപ ആനുകൂല്യം 30 ദിവസമായാണ് നൽകുന്നത്. ഒപ്പം ഈ 10,000 രൂപ അടിയന്തര സഹായമായും ഉടൻ തന്നെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ നൽകും എന്ന അറിയിപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, ദുരിത ബാധിതരായി കഴിയുന്ന ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നെ സംസ്ഥാന സർക്കാർ ഒരുക്കും. മറ്റൊരു താമസ സൗകര്യം ഒരുക്കാനുള്ള അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരിക്കും ഉറപ്പാക്കുക എന്ന അറിയിപ്പും പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ദിനംപ്രതി ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അല്ലെങ്കിൽ സഹായഹസ്തങ്ങൾ ഒഴുകിയെത്തുന്നത്. ഇന്നും നിരവധി പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വിവിധ വ്യക്തികളും വിവിധ സംഘടനകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയിരുന്നു. ഇന്ന് അദാനി ഫൗണ്ടേഷൻ്റെ വക 5 കോടി രൂപയാണ് അദാനി ഫൗണ്ടേഷൻ്റെ സംഭാവനയായി എത്തിയിരിക്കുന്നത്. ഒപ്പം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മുംബൈ 1.5 കോടി രൂപ നൽകിയിരിക്കുന്നുണ്ട്. നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ കന്യാകുമാരി 1 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം കേരള കർഷക സംഘം സമാഹരിച്ച 1 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ വക 15 ലക്ഷം രൂപ നൽകുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 15 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള ചലച്ചിത്ര താരങ്ങളുടെ കൂട്ടായ്മ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി 1 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. ഒപ്പം കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുൻ മന്ത്രി EP ജയരാജൻ 33,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്കായി കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ മന്ത്രി PK ഗുരുദാസൻ 28,500 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് കുടുക്ക പൊട്ടിച്ചും അതോടൊപ്പം തന്നെ വിവാഹ ആവശ്യത്തിനായി മാറ്റിവെച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയും മാറ്റിവെച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാകുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെയുള്ള മാതൃകകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകളൊക്കെയും തന്നെ കൂട്ടിച്ചേർത്ത് പുതിയൊരു വയനാടിനെ പടുത്തുയർത്തുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. മാനസ മനോജ് വിവരങ്ങൾ നൽകിയത്.